സിറിയയെ ഒഴിവാക്കിയതോടെ ഇപ്പോൾ 56 രാജ്യങ്ങളാണ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിലുള്ളത്. ഇറാഖിലെ വിമത പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിലാണ് 41ാമത് സമ്മേളനത്തിന് ജിദ്ദ കോൺഫറൻസ് പാലസിൽ തുടക്കമായത്. ഇറാഖ് പ്രശ്നവും ഫലസ്തീൻ വിഷയവുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ ചർച്ചാ വിഷയം. ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള അതീവ ഗുരുതരാവസ്ഥയാണ് ഇറാഖിലുള്ളതെന്ന് സമ്മേളനത്തിൽ സംസാരിച്ച സൗദി വിദേശകാര്യമന്ത്രി അമീർ സൗദ് അൽ ഫൈസൽ അഭിപ്രായപ്പെട്ടു. സിറിയൻ പ്രശ്നങ്ങൾ മേഖലയിൽ സൃഷ്ടിച്ച അസുഖകരമായ അന്തരീക്ഷം ഇറാഖിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖിന്റെ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്താനും അറബ് പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ് നിലവിലെ സംഘർഷം സഹായിക്കുകയെന്ന് യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുഴുവൻ സംഘടനകളും സംയുക്തമായി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സമാഹ് ശുക്രി പറഞ്ഞു. هناك توافق طبعا على أهمية مقاومة العنف والتطرف والإرهاب وإتاحة الفرصة للعراق الشقيق بأن يتغلب على هذا التحدي. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആയിരുന്നു സമ്മേളനത്തിലെ മുഖ്യാതിഥി. ഗിനിയൻ വിദേശകാര്യമന്ത്രി ലോൻസറി ഫാൽ ആമുഖ പ്രഭാഷണം നടത്തി. സ്ഥാനമൊഴിയുന്ന OICC ജനറൽ സെക്രട്ടറി അക്മലുദ്ദീൻ ഇഹ്സാനോഗ്ലു, പുതുതായി ചാർജ് എടുത്ത ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇയാദ് മദനി എന്നിവരും സംസാരിച്ചു. ജിദ്ദ പ്രഖ്യാപനത്തോടെ സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.